നിലവാരമില്ലാത്ത ആളുകളുടെ 9 ലക്ഷണങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് പണം നഷ്ടപ്പെട്ടതോ ജോലി കിട്ടാത്തതോ ഒന്നുമല്ല, മറിച്ച് യോഗ്യതയില്ലാത്ത, നിലവാരമില്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുത്തു എന്നതാണ്. ഒരാളുമായി സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു മാനസിക മടുപ്പ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ടോ? പുറമേ മാന്യന്മാരായി അഭിനയിക്കുമ്പോഴും ഉള്ളിൽ വിഷം നിറച്ച പാത്രങ്ങളെപ്പോലെ നടക്കുന്ന ചിലർ നമുക്ക് ചുറ്റുമുണ്ട്. ആചാര്യ ചാണക്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞുവെച്ച കാര്യങ്ങൾ ഇന്നും നമ്മുടെ കൺമുന്നിൽ തെളിയുകയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരാളുടെ നിലവാരം എന്നത് അവരുടെ വസ്ത്രധാരണത്തിലോ അവർ ഉപയോഗിക്കുന്ന വാഹനത്തിലോ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ബാലൻസിലോ ആണെന്നാണ്. എന്നാൽ ചാണക്യനീതി പ്രകാരം ഇതൊന്നുമല്ല ഒരാളുടെ യഥാർത്ഥ നിലവാരം നിശ്ചയിക്കുന്നത്. ഒരു മനുഷ്യന്റെ സ്വഭാവം, പെരുമാറ്റം, പ്രതിസന്ധികളിലുള്ള അവരുടെ മനോഭാവം ഇവയാണ് അവരുടെ യഥാർത്ഥ മൂല്യം തീരുമാനിക്കുന്നത്. ചാണക്യൻ വെറുമൊരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമല്ല, മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിൽ അറിവുണ്ടായിരുന്ന ഒരു മഹാഗുരുവാണ്. അദ്ദേഹം തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ചില ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ അകലം പാലിക്കണമെന്ന്. കാരണം അങ്ങനെയുള്ളവരുമായുള്ള സഹവാസം പാല് നിറച്ച പാത്രത്തിൽ ഒരു തുള്ളി വിഷം വീഴുന്നതിന് തുല്യമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അത്തരം 9 ലക്ഷണങ്ങളാണ്. ഇത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നമ്മളിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കാനും ഇത്തരം ആളുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാനും വേണ്ടിയാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇത്തരം അറിവുകൾ അത് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കെൽപ്പുള്ളവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. അതുപോലെ താഴെ കമന്റ് ബോക്സിൽ ഞാൻ തയ്യാറാണ് എന്ന് രേഖപ്പെടുത്തൂ. നമുക്ക് തുടങ്ങാം. 9 ലക്ഷണങ്ങൾ. 1. കടം വാങ്ങിയാൽ തിരികെ കൊടുക്കാത്ത മനോഭാവം. ഒന്നാമത്തെ ലക്ഷണം പണത്തോടുള്ള സമീപനമാണ്. ചാണക്യൻ പറയുന്നു, പണത്തിന്റെ കാര്യത്തിൽ കൃത്യതയില്ലാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉയരങ്ങളിലെത്താൻ കഴിയില്ല എന്ന്. നമ്മുടെ ഇടയിൽ ചിലരുണ്ട്, അത്യാവശ്യ ഘട്ടങ്ങളിൽ കരഞ്ഞ് കാലുപിടിച്ച് പണം കടം വാങ്ങും. പക്ഷേ ആ പണം തിരികെ കൊടുക്കേണ്ട സമയം വരുമ്പോൾ അവരുടെ സ്വഭാവം മാറും. പിന്നെ അവരെ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല, നേരിട്ട് കണ്ടാൽ ഒഴിഞ്ഞുമാറും. സ്വന്തം ആവശ്യത്തിനു വേണ്ടി മറ്റൊരാളുടെ വിയർപ്പിന്റെ വിലയെ ബഹുമാനിക്കാത്തവർ തികച്ചും നിലവാരമില്ലാത്തവരാണ്. ഇത് കേവലം പണത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് വിശ്വസ്തതയുടെ പ്രശ്നമാണ്. കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തവൻ രാജാവായാൽ പോലും അവന് ജനങ്ങളുടെ ആദരവ് ലഭിക്കില്ല എന്ന് ചാണക്യനീതി ഓർമ്മിപ്പിക്കുന്നു. 2. നന്ദിയില്ലാത്ത സ്വഭാവം. രണ്ടാമത്തെയും ഏറ്റവും അപകടകരവുമായ ലക്ഷണം നന്ദിയില്ലായ്മയാണ്. ചാണക്യൻ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നു, ചെയ്ത സഹായം മറക്കുന്നവനേക്കാൾ നീചനായി മറ്റാരും ഈ ലോകത്തിലില്ല. നിങ്ങളൊരാളെ അവരുടെ ഏറ്റവും മോശം സമയത്ത് സഹായിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവർ ഒന്ന് പച്ചപിടിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ഗുണം ലഭിക്കുമെന്ന് തോന്നുമ്പോൾ നിങ്ങളെ തള്ളിപ്പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഇവർ നിലവാരമില്ലാത്ത മനുഷ്യരുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു നായയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അത് ജീവിതകാലം മുഴുവൻ വാലാട്ടി നന്ദി കാണിക്കും. എന്നാൽ വിവേകമില്ലാത്ത മനുഷ്യൻ കാര്യം കാണുമ്പോൾ കുടയുമെറിയും. നന്ദിയില്ലാത്തവരുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കുക. അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ്. 3. അന്യരുടെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്നവർ. മൂന്നാമത്തെ ലക്ഷണം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവർ. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ രഹസ്യങ്ങൾ അത് നിങ്ങളുടെ ശക്തിയാണ്. അത് മറ്റൊരാളോട് പറയുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ശക്തി അവന് കൈമാറുകയാണ്. നിലവാരമില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ അവരെ വിശ്വസിച്ച് നിങ്ങളുടെ ബലഹീനതയോ കുടുംബരഹസ്യമോ പറയുമ്പോൾ അവർ അത് മറ്റുള്ളവരോട് പറഞ്ഞു രസിക്കും. അവനാരോടും പറയരുത് കേട്ടോ എന്ന മുഖവുരയോടെ അവർ നിങ്ങളുടെ രഹസ്യം നാട് മുഴുവൻ പാട്ടാക്കും. ഇത്തരം ആളുകൾക്ക് ആത്മാർത്ഥതയേക്കാൾ വലുത് മറ്റുള്ളവരുടെ മുൻപിൽ ആളാകാനുള്ള ആഗ്രഹമാണ്. ഇത്തരക്കാരോട് മൗനം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. 4. അസൂയയും കുശുമ്പും. നാലാമതായി മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവർ. സ്വന്തം ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കുന്നതിനു പകരം വിജയിക്കുന്നവരെ കണ്ട് ഉള്ളിൽ നീറുന്നവരാണിവർ. അവന് എങ്ങനെയോ ഭാഗ്യം കിട്ടി, അല്ലെങ്കിൽ അവൻ എന്തോ തട്ടിപ്പ് നടത്തിയാണ് പണമുണ്ടാക്കിയത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അധ്വാനത്തെ ഇകഴ്ത്തിക്കാണിക്കാൻ ഇവർ ശ്രമിക്കും. ചാണക്യൻ വ്യക്തമാക്കുന്നു, അസൂയ എന്ന തീ മറ്റാരെയും ദഹിപ്പിക്കുന്നതിനു മുൻപേ അസൂയപ്പെടുന്നവനെ തന്നെ ചാരമാക്കും. നിലവാരമുള്ള മനുഷ്യർ മറ്റുള്ളവരുടെ വിജയത്തിൽ പ്രചോദനം കണ്ടെത്തുമ്പോൾ നിലവാരമില്ലാത്തവർ അതിൽ അപകർഷതാബോധം കണ്ടെത്തുന്നു. ആരെങ്കിലും ഒരാൾ നന്നായി വരുന്നത് കാണുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സൂക്ഷിക്കുക. 5. അകാരണമായ കോപം. അഞ്ചാമത്തെ ലക്ഷണം നിയന്ത്രണമില്ലാത്ത കോപം. കോപം വരാത്ത മനുഷ്യരില്ല. എന്നാൽ എന്തിനും ഏതിനും ദേഷ്യപ്പെടുക, ദേഷ്യം വന്നാൽ എന്തു വാക്കും ഉപയോഗിക്കുക എന്നത് സംസ്കാരമില്ലായ്മയുടെ ലക്ഷണമാണ്. ചാണക്യൻ പറയുന്നു, കോപം യമരാജന് തുല്യമാണ്.
ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കാൻ പോലും ഇവർക്ക് സാമാന്യബുദ്ധിയുണ്ടാകില്ല. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുക? ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്നവർ ചുറ്റുമുള്ളവരുടെ സമാധാനം കെടുത്തുന്ന വിഷവിത്തുകളാണ്. 6. അറിവ് നേടാനുള്ള മടി. ആറാമത്തെ കാര്യം വളരെ പ്രധാനമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മടി. ചാണക്യൻ വിദ്യയെ കാമധേനുവിനോടാണ് ഉപമിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും നമ്മളെ രക്ഷിക്കുന്നത് അറിവാണ്. എന്നാൽ നിലവാരമില്ലാത്ത ആളുകൾക്ക് എല്ലാം എനിക്കറിയാം എന്ന ഭാവമായിരിക്കും. അവർ വായനയെ പരിഹസിക്കും, അറിവുള്ളവരെ ബഹുമാനിക്കില്ല. ശരീരം വളർന്നിട്ടും ബുദ്ധി വളരാത്തവരാണിവർ. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനോ സ്വന്തം തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാനോ ഇവർ തയ്യാറാകില്ല. ഇക്കൂട്ടർ കിണറ്റിലെ തവളകളെപ്പോലെയാണ്. ലോകം എത്ര വലുതാണെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കില്ല. 7. പരദൂഷണം പറയുന്ന ശീലം. ഏഴാമത്തെ ലക്ഷണം പരദൂഷണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ നിങ്ങളെ കാണുമ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ മറ്റൊരാളെക്കുറിച്ചായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് സമയം കളയുന്നവർ. ഓർക്കുക, നിങ്ങളുടെ അടുത്ത് വന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നവൻ മറ്റുള്ളവരുടെ അടുത്ത് പോയി നിങ്ങളെയും കുറ്റം പറയും. ചാണക്യനീതിപ്രകാരം മഹത്തുക്കൾ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, സാമാന്യജനം സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ നിലവാരമില്ലാത്തവർ വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്നു. സമയം എന്ന ഏറ്റവും വലിയ സമ്പത്ത് ഇവർ പാഴാക്കി കളയുന്നു. 8. സ്ത്രീകളെയും മുതിർന്നവരെയും ബഹുമാനിക്കാത്തവർ. എട്ടാമത്തെ ലക്ഷണം ബഹുമാനമില്ലായ്മ. സ്ത്രീകളെയും മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കാത്തവർ. അവർ എത്ര വലിയ സ്ഥാനത്തിരുന്നാലും ശരി, അവർക്ക് നിലവാരമില്ല എന്ന് തന്നെ പറയേണ്ടിവരും. ചാണക്യൻ പറയുന്നു, എവിടെയാണോ സ്ത്രീകൾ ആദരിക്കപ്പെടാത്തത് അവിടെ ഐശ്വര്യമുണ്ടാകില്ല എന്ന്. സംസ്കാരം എന്നത് ബിരുദ സർട്ടിഫിക്കറ്റിലല്ല, അത് പെരുമാറ്റത്തിലാണുള്ളത്. സ്വന്തം മാതാപിതാക്കളെ അവഗണിക്കുന്ന, വഴിയെ പോകുന്ന സ്ത്രീകളെ മോശമായി നോക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരാൾ സമൂഹത്തിന് തന്നെ ബാധ്യതയാണ്. ഇത്തരക്കാരുമായി കൂട്ടുചേരുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും കളങ്കപ്പെടുത്തും. 9. അലസത. ഒമ്പതാമത്തെയും അവസാനത്തെയും ലക്ഷണം അലസത. ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുന്ന ശീലം. ചാണക്യൻ പറയുന്നു, അലസനായ മനുഷ്യന് വർത്തമാനകാലമോ ഭാവികാലമോ ഇല്ല. വെറുതെയിരുന്ന് പകൽക്കിനാവ് കാണുന്നതല്ലാതെ ലക്ഷ്യത്തിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇവർ തയ്യാറാകില്ല. പരാജയത്തിനെപ്പോഴും ഇവർക്ക് 100 ന്യായീകരണങ്ങളുണ്ടാകും. സാഹചര്യം ശരിയല്ല, അവന് പണമുണ്ടായിരുന്നു, എനിക്ക് സമയമില്ല എന്നിങ്ങനെ പരാതികൾ മാത്രം പറയുന്നവർ. സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയുള്ളവർ ഒരിക്കലും ഉയരങ്ങളിലെത്തില്ല. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ 9 ലക്ഷണങ്ങൾ മറ്റുള്ളവരിൽ ഉണ്ടോ എന്ന് നോക്കുന്നതിനേക്കാൾ ഉപരി നമ്മളിൽ ഇവയിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം തിരുത്തലാണ് ഏറ്റവും വലിയ വിദ്യ എന്നാണ്. നമ്മൾ പൂർണ്ണതയുള്ളവർ അല്ലായിരിക്കാം, പക്ഷെ ഓരോ ദിവസവും നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് ചുറ്റും ഇത്തരം ലക്ഷണമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ വെറുക്കേണ്ടതില്ല. പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളെയും സമാധാനത്തെയും സംരക്ഷിക്കാൻ അവരിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിക്കുക. സംഘദോഷം എന്നത് വിഷത്തേക്കാൾ മാരകമാണെന്ന് മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ മനസാക്ഷിയുമാണ്. അത് മോഷ്ടിക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക. ഈ 9 ലക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ള ലക്ഷണം ഏതാണ്? അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. മറ്റുള്ളവർക്കും അതൊരു പാഠമാകട്ടെ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഇനിയും ചെയ്യാനുള്ള പ്രചോദനം. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.